ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിവിടെ യൂഷ്വലി ബുക്ക് റിവ്യൂ വീഡിയോസ് ആണ് ചെയ്യുന്നത്. ബുക്ക് റിവ്യൂ, എഴുത്ത്, വായന അങ്ങനെയുള്ള കണ്ടന്റാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് ഫെമിലിയർ ആവണം എന്നില്ല. DC ഇല്ലേ, നമ്മുടെ DC എന്ന ഡൊമിനിക് ചാക്കോ, അദ്ദേഹത്തിൻ്റെ ലൈഫാണ് അത്. N ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഓഥർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത്. ഞാൻ ലൈബ്രറിയിൽ നിന്ന് വെറുതെ ചുമ്മാ ഒരു നോർമൽ കഥയും നോവലൊക്കെ വായിച്ചു മടുത്തിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വായിക്കാം എന്ന് വെച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. DC തന്നെ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവതാരിക എഴുതിയിരിക്കുന്നത് VR കൃഷ്ണയ്യറാണ്. 246 പേജുണ്ട്. ഇതിൻ്റെ ഒരു വില എത്രയാണ്? 75 രൂപ. അന്നത്തെ 75 രൂപ. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് ഒത്തിരി പണ്ടാണെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. 75 രൂപയാണ് ഇതിൻ്റെ വിലയെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. 2000 ഓഗസ്റ്റിൽ. എനിവേ, അപ്പോൾ അത്യാവശ്യം വലിയൊരു പുസ്തകമാണ് താനും. 245 പേജുണ്ട്. പുസ്തകത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മസ്റ്റ് റീഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റിൽ DC ആരാണ്, DC എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ വായിക്കാൻ ഒരു സുഖമുള്ള പുസ്തകമാണ്. നിങ്ങൾക്ക് വായിക്കും തോറും ആ മനുഷ്യനോട് ഒരു അടുപ്പം തോന്നും. ഇഷ്ടം എന്നല്ല ഞാൻ പറയുന്ന, ഒരു അടുപ്പം തോന്നും, ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമ്മൾ DC എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വളരെ ഒരു പരിചയമുള്ള പേരായിട്ട് അത് മാറിയിരിക്കുന്നു. അപ്പോൾ ഡൊമിനിക് ചാക്കോ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തന മേഖല എന്താണ്, ഭയങ്കര രസമാണ് അത് വായിച്ചിരിക്കാൻ. പണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലത്തൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരെന്ന നിലയിൽ അവരുടെ സമകാലികരൊക്കെ കാരൂരും പൊൻകുന്നം വർക്കിയും മുട്ടത്ത് വർക്കിയും അവരൊക്കെയാണ്. അപ്പം വായിച്ചു വരുമ്പോൾ വേറെ തന്നെ ഒരു ലോകമാണ്. തകഴി, ഇവരുടെയൊക്കെ ഒരു ലൈഫൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ DC ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നാഷണൽ ബുക്ക് സ്റ്റോളില്ലേ, NBS, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതിനുശേഷം DC വരുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും, അപ്പോൾ ഇതിനിടയിൽ വരുന്ന സാമൂഹിക സാംസ്കാരിക പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുള്ളൊരു പുസ്തകമാണിത്. ഇൻ ബിറ്റ്വീൻ 1-2 കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്. DC ജയിലിൽ കിടന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ എഴുത്ത് വേറൊരാളെ കൊണ്ട് എഴുതിക്കുന്ന ഗോസ്റ്റ് റൈറ്റിംഗ് പരിപാടിയില്ലേ, ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് അതിനെ അന്നൊക്കെ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ്റെ പേരിൽ വേറൊരു എഴുത്തുകാരനെ കൊണ്ട് എഴുതിച്ച കാര്യമൊക്കെ അത്രയും പേരുകൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരുപാട് വെള്ളപൂശിയില്ലെങ്കിൽ ഇച്ചിരി വെള്ളപൂശിയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റിൽ അവരത് അങ്ങനെ ആയിരിക്കുമല്ലോ എഴുതുക എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയ, എൻ്റെ കോമൺ സെൻസിൽ തോന്നിയ ഒരു കാര്യം. സ്റ്റിൽ അതവർ മറച്ചു വെച്ചിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആളെ വെച്ച് എഴുതിച്ചതും പബ്ലിക്കേഷൻ ഒരു ബിസിനസ്സായി റൺ ചെയ്യുമ്പോൾ അവരനുഭവിച്ച ഒരു ചാലഞ്ചസും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കാരണം ഇന്നത്തെ കാലമല്ലല്ലോ, പണ്ടത്തെ കാലത്ത് എഴുത്ത്, വായന, സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് ഒരു ബിസിനസ് കൂടി റൺ ചെയ്ത് വരണമെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു ചലഞ്ചസും അതോടൊപ്പം തന്നെ സാധ്യതകളും രണ്ടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, മക്കൾ, അങ്ങനെ കുറേ രസകരമായിട്ട് വായിച്ചിരിക്കാവുന്ന നല്ലൊരു റീഡാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ നോർമലി നിങ്ങൾ നോവലോ കഥയോ വായിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. നിങ്ങൾക്കറിയായിരിക്കും, ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മളൊരു സ്ഥലത്ത് എത്തുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് വായനയിലുണ്ട്. പിന്നെ എഴുത്തുകാരൻ അത്യാവശ്യം നല്ല രീതിയിലൊരു എന്താ പറയുക, നീതി പുലർത്തിയിട്ടുള്ള എഴുത്തെന്ന് വേണമെങ്കിൽ പറയാം. DC മരണം വരെയുള്ള കാലം അത്ര എഴുതിയിട്ടുണ്ട് ഇതിനകത്തിൽ. അപ്പം നിങ്ങൾ DC ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതർവൈസ് സാധാരണ ഒരു പുസ്തകം വായിക്കാൻ, നോർമലി കഥയൊക്കെ വായിച്ച് നോവലൊക്കെ വായിച്ച് മടുത്തിരിക്കുകയാണെങ്കിലും ട്രാക്കൊന്ന് മാറ്റി പിടിക്കാനാണെങ്കിലും ജീവചരിത്രമൊക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു പുസ്തകം കൂടിയാണ് DC എന്ന ഡൊമിനിക് ചാക്കോ. അത്യാവശ്യം നല്ലൊരു ബുക്കായിരുന്നു. ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. റിട്ടേൺ ചെയ്യാറായി. ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. 25 ഓഗസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.